Hi all, welcome to the class. Today we are going to discuss a small topic in the subject computer-aided design and analysis. Already we are discussing third module and it is the sixth part of my presentation. Today's topic is techniques of modeling. നമ്മൾ മുന്നത്തെ ക്ലാസ്സുകളിൽ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു വാട്ട് ഈസ് ജിയോമെട്രിക് മോഡലിംഗ്. നമ്മളൊരു കൺവെൻഷണൽ ഡിസൈനിങ് സിസ്റ്റത്തിൽ രണ്ടാമത്തെ സ്റ്റേജ് ആയിട്ടുള്ള സിന്തസിസ് എന്നത് നമുക്ക് ഓൾറെഡി അറിയാവുന്നതാണ്. സിന്തസിസ് എന്ന് പറഞ്ഞാൽ മാത്തമാറ്റിക്കൽ ഡിസ്ക്രിപ്ഷനാണ്. അതിനെ നമ്മളൊരു കമ്പ്യൂട്ടറിൻ്റെ ഹെൽപ്പോട് കൂടി ചെയ്യുവാണെങ്കിൽ ദാറ്റ് ഈസ് നോൺ ആസ് ജിയോമെട്രിക്കൽ മോഡലിംഗ്. അതിനുപയോഗിക്കുന്ന സോഫ്റ്റ്വെയർസ് ഉണ്ട്, പല വിധത്തിലുള്ള സോഫ്റ്റ്വെയർസ് നമുക്ക് ഓൾറെഡി അറിയാം. ആ സോഫ്റ്റ്വെയർ സിസ്റ്റം ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഇതിൻ്റെ അകത്ത് ഡിസ്പ്ലേ ചെയ്യുന്നത്. ആ ഇമേജ് ഡിസ്പ്ലേ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് 3 വിധത്തിലുള്ള മോഡൽസ് ഉണ്ട്. ഫസ്റ്റ് വൺ ഈസ് വയർ ഫ്രെയിം മോഡൽ, സെക്കൻഡ് വൺ ഈസ് സർഫസ് മോഡൽ ആൻഡ് തേർഡ് വൺ ഈസ് സോളിഡ് മോഡൽ. ആദ്യത്തെ വയർ ഫ്രെയിം മോഡലാണെങ്കിൽ ലൈൻസ് ആണ് അതിൻ്റെ ബേസിക്സ് എന്ന് നമുക്ക് പറയാം. സർഫസ് മോഡലാണെങ്കിൽ അതിനകത്ത് പ്ലെയിൻസും സർഫസും ആണ് ബേസിക്സ് എന്ന് പറയാം. സോളിഡ്സ് ആണെങ്കിൽ ടോട്ടൽ ക്യൂബിക്കൽ ഏരിയ, ആ മൊത്തത്തിലുള്ള 3D ഫിഗർ ആയിരിക്കും അതിൻ്റെ ഏരിയ ഒരു ബേസിക്സ് എന്ന് നമുക്ക് പറയാം. നമുക്ക് ഓരോന്നും ഡീറ്റെയിൽ ആയിട്ട് ഒരു ചെറിയ ഇൻട്രൊഡക്ഷൻ ഞാൻ തന്നിട്ടുണ്ട്. ഇത് ഫർദർ കുറച്ചും കൂടി മുകളിലോട്ടേക്ക് പോവുകയാണ്. ഈ മൊഡ്യൂളിൻ്റെ അവസാനം വരുന്ന ഭാഗമാണ് വയർ ഫ്രെയിം മോഡലും സർഫസ് മോഡലും. നെക്സ്റ്റ് മൊഡ്യൂൾ മൊത്തത്തിൽ തന്നെ സോളിഡ് മോഡലിംഗ് ആണ്. അതുകൊണ്ട് തന്നെ ഈ വീഡിയോയിൽ ഞാനിപ്പം പറയാൻ പോകുന്നത് വാട്ട് ഈസ് വയർ ഫ്രെയിം മോഡൽ ആൻഡ് വാട്ട് ഈസ് സർഫസ് മോഡലിംഗ്. ആൻഡ് ആദ്യം നമുക്ക് വയർ ഫ്രെയിം മോഡൽ എന്ന് പറഞ്ഞാൽ ദിസ് ഈസ് വൺ ഓഫ് ദ മോസ്റ്റ് പോപ്പുലർ ആൻഡ് കോമൺലി യൂസ്ഡ് മെത്തേഡ് ഓഫ് ജിയോമെട്രിക്കൽ മോഡലിംഗ്. ഇൻ കൺസ്ട്രക്ഷൻ ഓഫ് വയർ ഫ്രെയിം മോഡൽ എഡ്ജസ് ഓഫ് ആൻ ഒബ്ജെക്റ്റ് ആർ പ്രസൻറ്റഡ് ആസ് ലൈൻസ്. ഞാൻ നേരത്തെ പറഞ്ഞു ലൈൻസ് ആണ് ഇതിൻ്റെ ബേസിക്സ് ആയിട്ട് പറയുന്നത്. നോർമലി വയർ ഫ്രെയിം മോഡൽ 2D ആവാം അല്ലെങ്കിൽ 3D ആവാൻ പറ്റും. അതെങ്ങനെയാണ് വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ റിക്വയർമെൻറ്റ് അനുസരിച്ചിട്ടാണ് അത് 2D ആണോ 3D ആണോ വേണ്ടത് എന്ന് പറയാം. ഇപ്പോൾ ഒരു എക്സാമ്പിളിന് ഈ ഫിഗർ നോക്കുക, 4 ഫിഗേഴ്സ് തന്നിട്ടുണ്ട്. ഫസ്റ്റ് വൺ എന്ന് പറഞ്ഞാൽ ദർ ആർ ഓൾ ഹിഡൻ ലൈൻസ് ആർ വിസിബിൾ. ഹിഡൻ ലൈൻസ് ഒന്നും റിമൂവ് ചെയ്യാത്ത ഒരു ഫിഗറാണ് ആ ചിത്രത്തിൽ കാണിച്ചിരിക്കുന്ന എ എന്ന് പറഞ്ഞിരിക്കുന്ന ഫിഗർ. അതേപോലെ തന്നെ ബി എടുത്തു കഴിഞ്ഞാൽ അതിനകത്ത് ഞാൻ ഒരു ലൈൻസ് കട്ട് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് സൂക്ഷിച്ച് നോക്കിയാൽ മനസ്സിലാവും. ഈ ലൈനിൽ ഇവിടെ ഉണ്ടായിരുന്ന ഈ ലൈൻ റിമൂവ് ചെയ്തു, അന്നേരം കിട്ടുന്ന ഫിഗറാണിത്. അടുത്തതിൻ്റെ അകത്ത് താഴെ വരുന്ന ഇവിടെ വരുന്ന ഈ 3 ലൈൻസ് കട്ട് ചെയ്താൽ കിട്ടുന്നതാണിത്. നോർമലി ലാസ്റ്റ് ഈ ലൈനും കട്ട് ചെയ്താൽ കിട്ടുന്നതാണ് ലാസ്റ്റ് ഈ ഫിഗർ. അഥവാ ഇതാണ് നമ്മളുടെ ഒരു ഫിഗർ എന്ന് പറയുന്നുണ്ടെങ്കിൽ ഇതിനകത്ത് മെയിനായിട്ടുള്ള കാര്യം നോക്കുക, ഇതിലെല്ലാം തന്നെ നമ്മൾ ലൈൻസാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഇതൊരു ലൈൻ, രണ്ടാമത്തെ ലൈൻ. അങ്ങനെ ഇതിൻ്റെ സർഫസിനെ കുറിച്ചിട്ടോ അല്ലെങ്കിൽ ഇതിൻ്റെ ഉള്ളിലുള്ള ഇൻറ്റേർണൽ ബോഡീനെ കുറിച്ചിട്ടോ ഒന്നും തന്നെ നമ്മൾ ഇതിനകത്ത് പറയുന്നില്ല. അതുകൊണ്ട് തന്നെ ഇത് ഒരു ലൈൻ റെപ്രസെൻറ്റേഷനാണെന്ന് പറയാം. പിന്നെ ഇത് 2Dയും 3Dയും വയർ ഫ്രെയിം മോഡലുണ്ട്. ആക്ച്വലി 2D വയർ ഫ്രെയിം മോഡലിങ്ങും 3D വയർ ഫ്രെയിം മോഡലിങ്ങും തമ്മിലൊരു കമ്പാരിസൺ 2-3 തവണ ചോദിച്ചുകൊണ്ട് മാത്രമേ ഞാൻ എഴുതുന്നതാണ്. ദ കോർഡിനേറ്റ് സിസ്റ്റം ഇൻ 2D കോർഡിനേറ്റ് സിസ്റ്റം ആർ എക്സ് ആൻഡ് വൈ. നമുക്കറിയാവുന്ന കാര്യമാണ് 2D കോർഡിനേറ്റ് സിസ്റ്റം എക്സും വൈയും ആണ്. 3D ആണെങ്കിൽ അത് XYZ എന്ന് പറയുന്ന 3 കോർഡിനേറ്റ് സിസ്റ്റം ഉണ്ടാവും. 2D കോർഡിനേറ്റ് സിസ്റ്റത്തിൽ 3D വരക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദാറ്റ്സ് എ വെരി ഡിഫിക്കൽട്ട് ടാസ്ക്. കാരണം നമുക്ക് Z പാരാമീറ്റർ ആക്ച്വലി ഇതിനകത്ത് ഇല്ല. അതേസമയം 3Dയിൽ 2D വരയ്ക്കാൻ അത്ര വലിയ ബുദ്ധിമുട്ടില്ല. വി ക്യാൻ ഡ്രോ 2D ആസ് വെൽ ആസ് 3D ഇൻ 3D വയർ ഫ്രെയിം മോഡലിംഗ്. പിന്നെ ചിത്രങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ 2D ചിത്രത്തിൽ ഇനി എത്ര ഹിഡൻ ലൈൻ വരച്ചാലും വലിയൊരു ബുദ്ധിമുട്ടുണ്ടാവില്ല. പക്ഷേ 3D വയർ ഫ്രെയിം മോഡലിൽ നമ്മൾ ഹിഡൻ ലൈൻസ് റിമൂവ് ചെയ്തിട്ടില്ലെങ്കിൽ ആ ചിത്രത്തിൻ്റെ ഒറിജിനൽ ഫിഗർ മനസ്സിലാക്കിയെടുക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ആൻഡ് കർവ്ഡ് സർഫസ് ഇൻഡിക്കേറ്റഡ് ബൈ സർക്കിൾസ് ആൻഡ് എലിപ്സ് ആണെങ്കിൽ ഈ കേസിലാണെങ്കിൽ സ്പേസ്ഡ് ജനറേറ്റർ വെച്ചിട്ടാണ് കർവ്ഡ് സർഫസ് നമ്മൾ മാർക്ക് ചെയ്യുന്നത്. അതായത് മോഡൽ യൂസസ് ഓൺലി ഗ്ലോബൽ കോർഡിനേറ്റ് സിസ്റ്റം ഹിയർ ദാറ്റ് ഈസ് റിക്വയർ ലോക്കൽ ഫീച്ചേഴ്സ്. ഇതാണ് ഇത് തമ്മിലുള്ള മെയിനായിട്ടുള്ള ഡിഫറൻസ് എന്ന് പറയുന്നത്. ഇനി വരുന്ന ഒരു ഇമ്പോർട്ടൻറ്റ് കാര്യമാണ് സെക്കൻഡ് പാർട്ടാണ് സർഫസ് മോഡലിംഗ്. നമ്മൾ നേരത്തെ പറഞ്ഞു നേരത്തെ ലൈൻസ് ഉപയോഗിച്ചാണ് ഡിനോട്ട് ചെയ്തതെങ്കിൽ ഹിയർ വി ആർ യൂസിങ് സർഫസസ്. സോളിഡ് ഒബ്ജക്റ്റിൻ്റെ സർഫസ് ഒരു വ്യൂ ചെയ്യുന്ന സർഫസിനെ വെച്ചിട്ട് നമുക്ക് റെപ്രസെൻറ്റ് ചെയ്യാൻ പറ്റുവാണെങ്കിൽ അങ്ങനെയുള്ള മോഡൽസിന് പറയുന്ന പേരാണ് സർഫസ് മോഡലിംഗ്. അത് നമുക്ക് ബോക്സസ് അതുപോലെ തന്നെ അങ്ങനെ പല ഷേപ്സ് ഉപയോഗിക്കാം. ബോക്സ്, അതേപോലെ വേറെ എന്താ വരുന്നത്, ബോക്സ്, പിരമിഡ്, വെഡ്ജ്, സ്പിയർ, അങ്ങനെ പല ഷേപ്പുകളുണ്ട്. അങ്ങനെ ഏതെങ്കിലും ഒരു ഷേപ്പ് വെച്ചിട്ടാണ് ഡിനോട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ അതിന് സർഫസ് മോഡലിംഗ് എന്ന് പറയും. നോർമലി സർഫസ് മോഡലിംഗ് യൂസ് ചെയ്യുന്നതിൻ്റെ ആപ്ലിക്കേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാർ ബോഡീസും ഷിപ്പും എയറോ സ്പേസ് സ്ട്രക്ചേഴ്സും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ മോഡൽ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നോർമലി സർഫസ് മോഡലിംഗ് ചെയ്യുന്നത്. അതേപോലെ അഡ്വാൻസ് സർഫസ് മോഡലിംഗ് ടെക്നിക്സ് ഉണ്ട്. അതിൻ്റെ പേരാണ് ബി സ്പ്ലൈൻ ടെക്നിക്സ് ആൻഡ്
നെബ്സ് എന്ന് പറഞ്ഞാൽ ഞാൻ നേരത്തെ കഴിഞ്ഞ വീഡിയോയിൽ റേഷണൽ കേർവ്സ് പഠിക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. നോൺ യൂണിഫോം റേഷണൽ ബി സ്പ്ലൈൻ കർവാണ് നെബ്സ് എന്ന് പറയുന്നത്. അങ്ങനെയുള്ള അഡ്വാൻസ് ടെക്നോളജീസും ഇപ്പോൾ സർഫസ് മോഡലിങ്ങിൽ നമ്മൾ യൂസ് ചെയ്ത് വരുന്നുണ്ട്. നമ്മളിപ്പോൾ ഒരു ബോഡി, ഇതാണ് നമ്മളുടെ ഫൈനൽ ഗുഡ് എങ്കിൽ, ഇത് നേരത്തെ കേസിലാണെങ്കിൽ ഇതൊരു വയർ ഫ്രെയിം മോഡലായിട്ടും നമുക്ക് പറയാമായിരുന്നു. അതിൻ്റെ ലൈൻസ് മാത്രമേ നമ്മൾ ഡിനോട്ട് ചെയ്യുന്നുള്ളൂ എങ്കിൽ, ഹിയർ നമ്മൾ ലൈൻസ് മാത്രമല്ല സർഫസും ഡിനോട്ട് ചെയ്യുന്നുണ്ട്. ഈ സർഫസ്, ഇപ്പോഴത്തെ സർഫസ്, അതാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. ഇതൊരു സർഫസ് 2, 3, 4, 5, 6 സർഫസ് ഉപയോഗിച്ചിട്ട് ഒരു റെക്റ്റാങ്കുലർ ബ്ലോക്ക് ഡിനോട്ട് ചെയ്തിരിക്കുകയാണ്. അന്നേരം ഈ ഒരു പ്രോപ്പർട്ടി വെച്ചിട്ട് നമുക്ക് എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കിയെടുക്കാൻ പറ്റുന്നെങ്കിൽ അതിന് പറയുന്ന പേരാണ് സർഫസ് മോഡലിംഗ്. സർഫസ് മോഡലിംഗ് ചെയ്യാൻ നമുക്ക് പല വിധത്തിലുള്ള പ്രിമിറ്റീവ്സ് ഉണ്ട്, അഥവാ കോമൺ ഷേപ്സ് ഉണ്ട്. അതിനകത്തൊന്നാണ് ബോക്സ്, പിരമിഡ് വെഡ്ജ്, സ്പിയർ, ഡോം, ടോറസ്, മെഷ് ആൻഡ് കോൺ. ഇതെല്ലാം തന്നെ യൂസ് ചെയ്യുന്നുണ്ട്. അതിനകത്ത് ചില ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് മാത്രം നമുക്ക് പഠിക്കാം. ഒന്നാമത് ഇപ്പം ബോക്സ് പറയുകയാണെങ്കിൽ, ബോക്സ് ഈസ് എ 3 ഡയമെൻഷണൽ സോളിഡ് സ്പെസിഫൈഡ് ബൈ ലെങ്ത്, സെൻറ്റർ ആൻഡ് കോർണർ. ഈ 3 ഡാറ്റ ഉണ്ടെങ്കിൽ നമുക്ക് ഇതിൻ്റെ ബോക്സിനെ ഡിനോട്ട് ചെയ്യാം. ഇപ്പം പറയുകയാണെങ്കിൽ ലെങ്ത് ഉണ്ട്, വിഡ്ത്ത് ഉണ്ട്, ഹൈറ്റ് ഉണ്ട്, അതേപോലെ തന്നെ സെൻറ്റർ പോയിൻ്റ് ഉണ്ട്. അങ്ങനെ ഈ ബോക്സ് ഡിനോട്ട് ചെയ്തിട്ടുണ്ട്. രണ്ടാമത്തെ ഒന്നാണ് വെഡ്ജ്. വെഡ്ജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നോർമലി ദാറ്റ് ഈസ് എ 3D സോളിഡ് വിത്ത് എ സ്ലോപ്ഡ് ഫേസ് ടാപ്പറിങ് അലോങ് വിത്ത് എക്സ് ആക്സിസ്. പിന്നെ വരുന്നതാണ് കോൺ. കോൺ എന്ന് പറയുന്നത് നമുക്കറിയാം, ഇറ്റ്സ് എ സോളിഡ് പ്രിമിറ്റീവ് വിത്ത് എ സർക്കുലർ ഓർ എലിപ്റ്റിക്കൽ ബേസ് ടാപ്പറിങ് സിമെട്രിക്കലി ടു എ പോയിൻറ്റ്, ഓർ ആ പോയിൻ്റ് പറയുന്ന പേരാണ് വെർട്ടെക്സ് പെർപെൻഡിക്കുലർ ടു ഇറ്റ്സ് ബേസ്. നമുക്ക് ഈ ചിത്രത്തിൽ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും, ഒരു സർക്കുലർ ഏരിയ ഉണ്ടാവും, അതിൻ്റെ അന്നെല്ലാം ഒരു ടേപ്പേഡ് ലൈൻസ് ഉണ്ടാവും. അതൊരു പോയിന്റിൽ പെർപെൻഡിക്കുലറായിട്ട് ബേസിന് വരുന്ന വിധത്തിൽ ജോയിൻ ചെയ്യാൻ പറ്റും. ഇങ്ങനെയുള്ള ഷേപ്പാണ് കോൺ. കോൺ കൂടാണ്ട് പിന്നെ വരുന്നതാണ് സ്പിയർ, വിച്ച് ഈസ് ഓൾസോ എ 3D പ്രിമിറ്റീവ് ഇൻ വിച്ച് സെൻട്രൽ ആക്സിസ് ഈസ് പാരലൽ ടു സെഡ് ആക്സിസ് ഓഫ് UCS. UCS എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യൂസർ കോർഡിനേറ്റ് സിസ്റ്റം. യൂസർ കോർഡിനേറ്റ് സിസ്റ്റത്തിൽ നോക്കിക്കഴിഞ്ഞാൽ വരയ്ക്കാൻ പറ്റുന്ന ഒന്നാണ് സ്പിയർ. അങ്ങനെയും നമുക്ക് സർഫസ് ഡിനോട്ട് ചെയ്യാം. വേറെ ഫൈനലി ടോറസ് എന്നുള്ള സ്പെഷ്യൽ ഷേപ്പാണ്. ടോറസ് ഈസ് ഡിഫൈൻഡ് ബൈ 2 റേഡിയസ് വാല്യൂസ്, 1 ഫോർ ദ ട്യൂബ് ആൻഡ് അതർ ഫോർ ദ ടോറസ് സെൻറ്റർ ടു ദ സെൻറ്റർ ഓഫ് ട്യൂബ്. ഈ 2 ഡാറ്റ, ഇതിൻ്റെ സെൻറ്ററിലേക്കുള്ള റേഡിയസും പുറത്തെ റേഡിയസും വെച്ചിട്ട് നമുക്ക് ടോറസ് ഡിഫൈൻ ചെയ്ത് എടുക്കാൻ സാധിക്കും. ഇനി ഏതൊക്കെ മെത്തേഡ്സ്, ഏതൊക്കെ ടെക്നിക്സ് ഉപയോഗിച്ചിട്ടാണ് സർഫസ് മോഡലിംഗ് ചെയ്യുന്നത് എന്നുള്ളത് നമുക്ക് അറിഞ്ഞിരിക്കണം. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒന്നാമത്തേതാണ് സർഫസ് പാച്ചിങ്. പാച്ചിങ് എന്ന് പറയുന്ന ഒരു ടെക്നിക്കാണ്. സർഫസ് പാച്ചിങ്ങിൽ 2 പാരാമീറ്റേഴ്സ് അഥവാ 2 വേരിയബിൾസ് വെച്ചിട്ടാണ് നമ്മൾ സർഫസ് പാച്ചിങ് നടത്തുന്നത്. U and V ആണ് ആ പാരാമീറ്റേഴ്സ്. ഒരു പാച്ചിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇവിടെ നിങ്ങൾക്ക് ചിത്രത്തിൽ കാണാൻ പറ്റും, ഈ കാണുന്ന ചെറിയൊരു ഏരിയ ആണ് 1 പാച്ച്. അങ്ങനെയുള്ള കോമ്പിനേഷൻ ഓഫ് പാച്ച് വെച്ചിട്ടാണ് നമ്മൾ ഇതിൻ്റെ സർഫസ് മോഡൽ ചെയ്തെടുക്കുന്നത്. ഇതിൻ്റെ വാല്യൂസ് ഇപ്പോൾ റേഞ്ചിങ് ഫ്രം, പാച്ചിൻ്റെ ബൈ പാരാമെട്രിക് വാല്യൂസ് റേഞ്ചിങ് ഫ്രം 0 to 1 ആണ്. കർവ് ക്രിയേറ്റ് ചെയ്തെടുക്കണമെങ്കിൽ ഏതെങ്കിലും ഒരു പാരാമീറ്റർ ഫിക്സ് ചെയ്ത് വെക്കുക, അതർ പാരാമീറ്റർ വാരി ചെയ്യുക. അങ്ങനെ നമുക്ക് കർവേച്ചറിൻ്റെ ഷേപ്സ് എല്ലാം വാരി ചെയ്തെടുക്കാം. ദാറ്റ്സ് എ സർഫസ് പാച്ച്. സർഫസ് പാച്ച് ചെയ്ത് കഴിഞ്ഞാൽ രണ്ടാമത് വരുന്നതാണ് കൂൺസ് പാച്ച്. ഈ ചിത്രം നോക്കുക, ചിത്രത്തിൽ 4 കർവുകളാണ് ഉള്ളത്. ഒന്ന് A0, A1 എന്ന് പറയുന്ന ഒരു കർവ്, രണ്ടാമത് P0 ഇങ്ങനെ വരുന്ന രണ്ടാമത്തെ കർവ്, E0 എന്ന് പറയുന്ന P1 P10 എന്നുള്ളത് ഒരു കർവ്, P10 P00 എന്നുള്ള അടുത്ത കർവ്, അതേപോലെ E0 E1 എന്ന് പറയുന്ന കർവ്, കൂടാണ്ട് ഒരു D01 എന്ന് പറയുന്ന ഒരു കോർണർ പോയിൻറ്റും. ഈ പോയിൻറ്റ്സ് വെച്ചിട്ടാണ് നമ്മൾ ഇതിനെ വെച്ചിരിക്കുന്നത്. അഥവാ ഒരു ഇൻ്റർപോളേഷൻ ഫംഗ്ഷൻ ഉപയോഗിച്ചിട്ടാണ് ഇവിടെയുള്ള പാച്ചിങ് നടത്തിയിരിക്കുന്നത്. ദാറ്റ് ഈസ് കൂൺ പാച്ച് ഈസ് റിസൾട്ട് ഓഫ് ഇൻ്റർപോളേഷൻ ഡൺ ഓൺ എ ഇൻ്റർസെക്റ്റിംഗ് മെഷ് ഓഫ് കർവ്. അതാണ് ഇതിനകത്ത് പറഞ്ഞിരിക്കുന്നത്. ഓൾമോസ്റ്റ് റെക്റ്റാങ്കുലർ ഷേപ്പിലുള്ള പാച്ചസ് ആണ്, അല്ലെങ്കിൽ ഗ്രിഡ് ഓഫ് പാച്ചസ് ആണ് നമുക്ക് ഇതിനകത്ത് ജനറേറ്റ് ചെയ്യാൻ പറ്റുക. അടുത്തതാണ് ബൈക്യൂബിക് പാച്ച്. ബൈക്യൂബിക് പാച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നമുക്കൊരു ഇക്വേഷൻ വെച്ച് ചെയ്യാൻ പറ്റുന്നത്. ഇൻ ഓർഡർ ടു ഡിഫൈൻ സർഫസ് യൂസിങ് പോയിൻ്റ് ആൻഡ് ടാൻജൻറ്റ്. അതാണ് ഒരു ബൈക്യൂബിക്. ഒരു പോയിൻറ്റും ഒരു ടാൻജൻറ്റും വെച്ച് ഓരോ പാച്ചും ഡിഫൈൻ ചെയ്തിട്ടുണ്ട്. നേരത്തെ നമ്മൾ 2 വേരിയബിൾസ് വെച്ചിട്ടാണ് 1 പാച്ച് ഡിഫൈൻ ചെയ്തതെങ്കിൽ, ഹിയർ 1 പോയിൻ്റ് ആൻഡ് 1 ടാൻജൻറ്റ് വെച്ചിട്ട് ഓരോ പോയിൻറ്റ്സും അത് ഓരോ പാച്ചും ഡിഫൈൻ ചെയ്തെടുക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ ദാറ്റ് ഈസ് ബൈക്യൂബിക് patch, and it is defined by PAB is equal to sigma 1 to I equal to 0 to 3, J equal to 0 to 3, KIJ into AI into BJ. ഇതാണ് 2 പാരാമീറ്റർ എയും ബിയും. ഇങ്ങനെ നമുക്ക് ഡിനോട്ട് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ അതിന് പറയുന്ന പേരാണ് ബൈക്യൂബിക് പാച്ച്. ആൻഡ് നെക്സ്റ്റ് വൺ ഈസ് ബേസർ സർഫസ്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ബേസർ കർവ് പഠിച്ചിട്ടുണ്ടായിരുന്നു. ആ ബേസർ കർവിൻ്റെ ഒരു സർഫസ് ഫോർമേഷനാണിത്. പല ബേസർ കർവിൻ്റെ കോമ്പിനേഷനായിട്ട് വേണമെങ്കിൽ നമുക്കിത് പറയാം.
നിങ്ങൾക്ക് കാണാൻ പറ്റും ഒരു ബേസർ കർവിൻ്റെ ഒരു സ്റ്റാർട്ടിങ് എൻഡ് പോയിൻറ്റ്സിലേക്ക് കൂടി കർവ് കടന്നു പോകും. ഇൻ്റർമീഡിയറ്റ് ആയിട്ടുള്ള എല്ലാ പോയിൻറ്റ്സിൻ്റെയും അടുത്ത് കൂടിയാണ് കർവ് കടന്നു പോവുക. ഇതൊരു ബേസർ കർവിന് ഈ സൈഡിലേത് മാത്രം നോക്കിയാൽ ഒരു ബേസർ കർവായിരിക്കും. അതിൻ്റെ ഒരു കോമ്പിനേഷനിൽ നമ്മൾ സർഫസ് ഉണ്ടാക്കി എടുക്കുന്നുണ്ടെങ്കിൽ, സർഫസ് പാച്ച് ഉണ്ടാക്കി എടുക്കുന്നുണ്ടെങ്കിൽ അതിന് പറയുന്ന പേരാണ് ബേസിയർ സർഫസ്. ഇപ്പോൾ നിങ്ങൾ ഈ ചിത്രത്തിൽ നോക്കിക്കഴിഞ്ഞാൽ ഈ പാച്ചസ് ആയി കാണുന്ന ഇതാണ് ബേസിയർ സർഫസ് എന്ന് പറയുന്നത്. അതിന് ഉപയോഗിച്ച കൺട്രോൾ പോയിൻറ്റ്സ് ആണ് തൊട്ട് മുകളിലായിട്ട് ഡോട്ടഡ് ലൈനിലേക്ക് കൂടി ഡിനോട്ട് ചെയ്ത് എടുത്തിട്ടുള്ളത്. നമുക്ക് നേരത്തെ ബേസിയർ കർവ് എന്ന് പറഞ്ഞു അതേപോലെ തന്നെയാണ് ഗ്ലോബൽ വേരിയേഷൻ മാത്രമേ ഈ സർഫസുകളിൽ സാധിക്കുള്ളൂ എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു ഡിസഡ്വാൻറ്റേജ്. അതേപോലെ തന്നെ വേറൊന്നാണ് ബി സ്പ്ലൈൻ സർഫസ്. ബി സ്പ്ലൈൻ സർഫസ് നിങ്ങൾക്ക് ഈ ചിത്രം നോക്കിയാൽ തന്നെ മനസ്സിലാവും. ഒരു ബി സ്പ്ലൈൻ കർവിൻ്റെ അകത്ത് നമുക്ക് ലോക്കൽ മോഡിഫിക്കേഷൻ വരുത്താം. ഓരോ ഇൻ്റർമീഡിയറ്റ് പോയിൻറ്റിലും നമുക്ക് വേരിയേഷൻസ് വരുത്താൻ സാധിക്കും. അങ്ങനെ ലോക്കൽ ഏരിയ അഥവാ ഇതിൻ്റെ ഡിഗ്രിയും കൺട്രോൾ പോയിൻറ്റ്സും തമ്മിൽ ഡയറക്റ്റ് ലിങ്ക്സ് ഇല്ല, അത് സെപ്പറേറ്റഡ് ബൈ ഈച്ച് അതറാണ്. അങ്ങനെയാണെങ്കിൽ ഉപയോഗിക്കുന്ന ഒരു സർഫസ് മോഡലിംഗ് അഥവാ പാച്ചിങ് ടെക്നിക്കാണ് ബി സ്പ്ലൈൻ സർഫസ്. അതിന് ഉപയോഗിക്കുന്ന ഇക്വേഷൻ നിങ്ങൾക്ക് ഇവിടെ നോക്കാം. NIK ഓഫ് എയും NJL ഓഫ് ബിയും ആണ് ഇതിൻ്റെ അകത്തുള്ള നമ്മളുടെ ബി സ്പ്ലൈൻ ഫങ്ഷൻസ്. അഥവാ ഇതിന് നമുക്ക് വേണമെങ്കിൽ ബ്ലെൻഡിങ് ഫംഗ്ഷൻ എന്ന് പറയാം. PIJ എന്ന് പറയുന്നത് അതിൻ്റെ കൺട്രോൾ പോയിൻറ്റ്സ് ആണ്. അത് രണ്ട് ലൈനിലുള്ളത് കൊണ്ടാണ് രണ്ട് പോയിൻറ്റ്സ് എടുക്കുന്നത്. സർഫസ് ആണ്, ഒരു കർവ് മാത്രമാണെങ്കിൽ PI മാത്രമേ എക്സിസ്റ്റ് ചെയ്യുള്ളൂ. സർഫസ് വരുമ്പോൾ PIJ എന്ന് പറയുന്ന XY കോർഡിനേറ്റ്സ് നമ്മൾ ഡിഫൈൻ ചെയ്യേണ്ടി വരും. ഇത്രയാണ് ബി സ്പ്ലൈൻ കർവിൽ വരുന്നത്. ഇതാണ് നമ്മളുടെ ഇന്നത്തെ ലാസ്റ്റ് വീഡിയോ അഥവാ തേർഡ് മൊഡ്യൂളിലെ ലാസ്റ്റ് വരുന്നത്. നമ്മൾ ഇന്ന് വയർ ഫ്രെയിം മോഡലും അതേപോലെ തന്നെ സർഫസ് മോഡലും കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഫോർത്ത് മൊഡ്യൂൾ ഇറ്റ്സ് പെർഫെക്റ്റ്ലി ഡിപ്പെൻഡ്സ് ഓൺ സോളിഡ് മോഡലിംഗ് ടെക്നിക്കാണ്. വേരിയസ് സോളിഡ് മോഡലിംഗ് ടെക്നിക്സ് ആണ്. എന്തായാലും നമുക്കിവിടെ നിർത്താം. താങ്ക് യു.